ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർത്തിക ഡേ സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു മിനി വ്ലോഗ് പോലെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. ബേബി അമ്മയുടെ റൂമിലാണ്. അപ്പം രാവിലെ ഫീഡ് ചെയ്തിട്ട് ഉറങ്ങി. അപ്പം അമ്മയുടെ റൂമിൽ കിടത്തി. അപ്പം അത് ആ ഒരു ടൈമിലാണ് ഞാനൊന്ന് ഫ്രഷ് ആകാൻ പോയത്. അപ്പോൾ അവൾ ഇവിടെ കിടന്നാൽ ചിലപ്പം ഞാനിങ്ങനെ ഓരോരോ സൗണ്ട് കേൾക്കുമ്പോൾ എണീക്കും പെട്ടെന്ന്. അപ്പം ഞാൻ അമ്മയുടെ റൂമിൽ കിടത്തിയിട്ട് ഞാൻ ഫ്രഷായി എഴുന്നേറ്റു. ചേട്ടൻ ഇവിടെ ഇല്ല, ഹസ്ബൻഡ് വീട്ടിലാണ്. ഷൂർനാടല്ല, ഇവിടെ കൊല്ലത്തല്ല, ഇവിടെ ട്രിവാൻഡ്രം ഉണ്ട്, അപ്പുറത്തെ വീട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ രാവിലെ ടീ ഒക്കെ കുടിച്ചിരിക്കുമ്പം അമ്മ വാവേനെ ഉറക്കമാണ് കേട്ടോ. ആളൊന്ന് എണീറ്റായിരുന്നു ഇടയ്ക്ക്. അപ്പം അമ്മ ഇങ്ങനെ ഉറക്കുമായിരുന്നു, ഞാൻ ചായയൊക്കെ കുടിച്ച് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ കല ആൻറ്റി നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. കല ആൻറ്റി നമ്മൾ ഭയങ്കര ഒരു വർഷങ്ങളായിട്ട് നമുക്ക് അടുപ്പമുള്ള ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയാണ് വീക്ക്ലി നമുക്ക് 2 ദിവസം വരും വീട്ടിലൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റിയുടെ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഇഡ്ഡലി സാമ്പാറായിരുന്നു കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മുട്ടയുണ്ട്, പിന്നെ എനിക്കൊരു ഗ്ലാസ് പാലും ഉണ്ട്. അപ്പോൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ ആഹാരമൊക്കെ കഴിക്കണമല്ലോ, ഭാവയ്ക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഡെയിലി ഒരു മുട്ടയും പാലും പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളും ഒക്കെ ഷേക്ക് അടിച്ച് കുടിക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പം മുട്ട ഇങ്ങനെ പുളിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി. അങ്ങനെ വാവേനെ ഉറക്കി അമ്മമ്മയുടെ റൂമിൽ കിടത്തിയിരിക്കുകയാണ് കേട്ടോ. ചന്തു രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പം ജിമ്മിൽ പോയിട്ട് വന്നായിരുന്നു. അങ്ങനെ അവനെത്തി. അപ്പം കൂടെ റോക്കിയും അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോക്കിയുടെ കൂടെ കുറച്ച് നേരം രാവിലെ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കാരണം അവനല്ലെങ്കിൽ ഇടയ്ക്ക് ഫീൽ ചെയ്യും അവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഭാവം വന്നുകൊണ്ട്. അങ്ങനെ രാവിലെ ഇങ്ങനെ അവനെ ഒന്ന് തലോടണം. എണീറ്റ് വന്ന ഉടനെ നമ്മളെല്ലാവരും അവനൊന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു തരും, തലയൊക്കെ കുനിച്ചിട്ട്. അപ്പം രാവിലെ നമ്മൾ വന്നിട്ട് അവനെ ഒന്ന് സ്നേഹപ്രകടനമൊക്കെ നടത്തി ഒന്ന് തലോടുമ്പോഴത്തേക്ക് അവനും അതൊരു ഹാപ്പി മൊമെൻ്റാണത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇങ്ങനെ റോക്കിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ റോഡിൽ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കി അങ്ങനെ അവിടെ കിടക്കും. പിന്നെ ഞാൻ രാവിലെ ഒന്ന് മുറ്റത്തിറങ്ങി ജസ്റ്റ് ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് നിന്ന് നടന്ന് രാവിലെ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമാണ് രാവിലെ ഈ ഒരു ടൈമിൽ മുറ്റത്തിറങ്ങി നിന്ന്. വെയിൽ കൊള്ളണമെന്നല്ല കേട്ടോ, രാവിലെ ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് നിന്ന് നോക്കി. പിന്നെ അമ്മയും അപ്പൂപ്പനാണ് ഈ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ. അതുപോലെ ഈ ഗപ്പിയുടെ അടുത്തൊക്കെ വന്നിട്ട് നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഗപ്പിയൊക്കെ അതിൻ്റെ അകത്തിരിക്കുക, കാണാൻ പറ്റില്ല, ചെറിയ ചെറിയ മീനായിട്ടിരിക്കുക. അങ്ങനെ രാവിലെ ചെടിയൊക്കെ നോക്കി ഓർക്കിഡൊക്കെ നോക്കി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാനും. റോക്കി ഏതാണ്ട് അവിടെ തളർന്ന് കിടപ്പുണ്ട് ഓടി കളിച്ചിട്ട്. അങ്ങനെ അവനും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ എന്താ ചെയ്യുന്നത്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് അകത്ത് കയറി കിച്ചണിലോട്ട് പോയപ്പം ചന്തുത ഷേക്ക് അടിക്കുന്നുണ്ട് അവന് കുടിക്കാനായിട്ട്. അപ്പം അവൻ എപ്പോഴും ജിമ്മിൽ പോയിട്ട് വന്ന് തനിയെ ഷേക്കൊക്കെ അടിച്ച് കുടിക്കും. അമ്മ അടുത്ത ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് അടുക്കളയിൽ വന്ന് എല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ നോക്കി എല്ലാം ഉണ്ട് സെറ്റാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതുപോലെ അമ്മ ദാ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്രിസ്മസ് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കിച്ചണിൽ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനും വീട്ടിൽ ഓരോ സാധനമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ഞാൻ ദാ ഇവിടെ കുളിക്കാൻ പോവായിരുന്നു, ഫ്രഷ് ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. പാലാടിയുടെ തന്നെ ഫേസ് ഓയിലും അതുപോലെ അവരുടെ ഫേസ് പാക്കുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് പാക്കിൽ നമുക്ക് നോർമൽ വാട്ടർ അല്ലെങ്കിൽ കേർഡ് അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ല യൂസ്ഫുൾ ഉണ്ടായിരുന്നു, നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇതിൻ്റെ പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ തന്നെ ആ ഫേസ് ഓയിലും ഫേസ് പാക്കും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷാമ്പുവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡാൻഡ്രഫിൻ്റെ ഭയങ്കര അടിപൊളി ഒരു ഷാമ്പു ആയിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ, നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി എനിക്ക് ആ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ 3 സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും കുളിക്കാൻ പോകുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഞാൻ ഈ പാക്ക് ഫേസിൽ സെറ്റ് ചെയ്തിട്ടാണ് കുളിക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് നല്ല ഫേസിൽ നല്ല ഗ്ലോയും ഉണ്ട്, അതുപോലെ നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ നെക്കിലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കളറിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ കുളിച്ച് കുട്ടപ്പിയായി സുന്ദരിക്കുട്ടിയായിട്ട് വന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ലഞ്ച് ടൈമിലായപ്പോൾ ഞാൻ ചോറ്, സാമ്പാർ, ബീട്രൂട്ട് തോരൻ, മീൻകറിയായിരുന്നു ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചു കുറച്ച് കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പൂപ്പൻ എന്താ കാർത്തിക വിളക്ക് കത്തിക്കാനുള്ള പ്രിപ്പറേഷനായി. ഇടിഞ്ഞിലൊക്കെ എടുത്ത് വെച്ച് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അപ്പൂപ്പൻ അതിനുള്ള പ്രിപ്പറേഷനിൽ നടക്കുവാണ്. അങ്ങനെ അമ്മ കാച്ചിലൊക്കെ വയ്ക്കുന്നുണ്ട്. കാർത്തികയ്ക്ക് അതൊക്കെയാണല്ലോ സ്പെഷ്യൽ ഈവനിങ് വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം അമ്മ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു കോഫി ഇടാമെന്ന് വിചാരിച്ചു. ഈവനിങ് നമുക്ക് കോഫി അല്ലെങ്കിൽ ചായ എല്ലാവർക്കും ഒരു നിർബന്ധമാണല്ലോ. അപ്പോൾ എനിക്ക് കോഫിയാണ് ഇഷ്ടം കുടിക്കാൻ ഈവനിങ്. അങ്ങനെ ഞാൻ എന്താ കോഫി ഇടുന്ന പ്രിപ്പറേഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അതെങ്കിലും അമ്മേനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് കോഫി ഇടാൻ കേട്ടോ. എനിക്ക് കോഫി ഇടാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനും അമ്മയും സെറ്റ് ചെയ്തിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അമ്മ മുറ്റത്ത് കോലം വരയ്ക്കുകയാണ് കേട്ടോ. അമ്മ കോലം വരയ്ക്കാൻ ഭയങ്കര എക്സ്പേർട്ട്, അടിപൊളിയായിട്ട് അമ്മ കോലം വരയ്ക്കും, സ്പീഡിൽ വരയ്ക്കും. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ര സ്പീഡ് പറ്റത്തില്ല, അതുമാത്രം ഞാൻ ഡിസൈനൊക്കെ നോക്കിയൊക്കെ വരയ്ക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു. പൂജാ റൂമിൽ ഇടിഞ്ഞിലൊക്കെ വെച്ച് വിളക്ക് കത്തിച്ചു. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു മൊത്തം വീട് ഫുൾ. അങ്ങനെ അമ്മ കോലമൊക്കെ വരച്ചു, ഞാനതിൽ കളറൊക്കെ ആഡ് ചെയ്തു കേട്ടോ. ഞാൻ കളർ പൊടിയൊക്കെ ഞാനായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ അമ്മ വിളക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടിഞ്ഞിലെല്ലായിടം വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാർത്തിക ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഉള്ള കാർത്തികയും വാവയുടെ ഫസ്റ്റ് കാർത്തികയാണ്. അപ്പം വാവ നല്ല ഉറക്കമാണ് കേട്ടോ, എണീറ്റിട്ടില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ മൊത്തം ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. നല്ല ഒരു പോസിറ്റീവ് എനർജിയിൽ നമ്മൾ എല്ലാം നല്ലതായിട്ട് നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ കാർത്തിക ഡേ ആഘോഷിച്ചു. അപ്പൂപ്പൻ ആ വീട്ടിൽ ഫുള്ളും ഇടിഞ്ഞിലൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കാർത്തികയൊക്കെ ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.